സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കൊച്ചിലൊക്കെ നമുക്ക് വിവരമില്ലാത്ത വെച്ചാൽ വിവരം ചെറുപ്പത്തിലല്ലേ, അത്ര വിവരമേ ഉള്ളൂ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊച്ചിലെ കളിക്കുകയൊക്കെ ചെയ്യുമ്പം ഇപ്പോഴത്തെ കളിയൊന്നുമില്ല. ഇപ്പം മൊബൈലൊക്കെ ഉണ്ട്. എൻ്റെ പ്രായം, എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സുള്ളത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരു ആ ടൈമിലൊക്കെ നമ്മൾ കളിക്കളത്തിൽ നമ്മൾ മുറ്റത്തൊക്കെ എല്ലാ പിള്ളേരുമൊക്കെ കൂടി കളിക്കും. അപ്പോൾ ചിലപ്പം ഈ കളി തോക്കുന്നവർ അവിടെ മൂത്രം ഒഴിക്കുകയും അല്ലെങ്കിൽ വട്ട് കളിക്കുകയാണെങ്കിലോ അല്ല കുഴിപ്പന്ത് കളിക്കുകയാണെങ്കിലോ അതിൻ്റെ കുഴിയിലൊക്കെ മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യും. അതുപോലുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇത്രയും പുരോഗമിച്ചിട്ടും ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അടി കൂടുന്ന 2 പാർട്ടികളുടെ നേതാക്കന്മാർ, കുട്ടി സഹാക്കന്മാർ. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡൻറ്റ്. രണ്ടാമത്തെ ആൾ കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ DYFI നേതാവും ഒക്കെ ആയിരുന്ന ആർഷോ. മറ്റേ പുള്ളിയുടെ പേര് പ്രശാന്ത് ശിവന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ ഇവർ തമ്മിൽ ഇന്നലെ പാലക്കാട്ട് മനോരമ സംഘടിപ്പിച്ച ഒരു സംവാദത്തിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ലാസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി. ഒരാളെ അടിക്കുന്നു. ആ പാടെ ഒരു വളരെ വല്ലാത്തൊരു സന്ദർഭമായി. എന്നുവെച്ചാൽ ഇതൊരു ഒരിക്കലും നമ്മുടെ പിൻഗാമികൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല സന്ദേശമല്ല. ഇങ്ങനൊന്നുമല്ല ഒരു പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ള ആശയപരമായിട്ടുള്ള ദാരിദ്ര്യം കാരണമാണ് ഇവർ ഈ തല്ലിലും പിടിയിലോട്ട് പോകുന്നത്. വർത്തമാനം പറഞ്ഞ് ജയിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഞാനെന്താ പറഞ്ഞാൽ നീ പറഞ്ഞ ഇതല്ല, അതാണ് ശരി എന്ന് പറഞ്ഞ് ജയിക്കാനൊക്കാത്ത കാരണമാണ് ഇവർ ഈ കയ്യാങ്കളിയിലോട്ട് പോകുന്നത്. ഏതായാലും അതിന് തുടക്കമിട്ട പ്രശാന്ത് ശിവനെ ഒരിക്കലും മര്യാദ പാലിക്കേണ്ടതായിരുന്നു. യാതൊരു കാരണവശാലും കൈ വെക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ആർഷോയ്ക്ക് ഇത് ഒരു അർഹതപ്പെട്ട ആളാണെന്ന് എല്ലാവർക്കും പറയുന്നുണ്ട്. എങ്കിലും ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ പ്രശാന്ത് ശിവൻ ചെയ്തത്. അതിപ്പം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു നമ്മുടെ പിൻഗാമി കൊച്ചു പിള്ളേർക്കൊന്നും ഇതൊരു നല്ലൊരു സന്ദേശമല്ല കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.